കഴിഞ്ഞ വർഷത്തെ മോഡൽ പരീക്ഷയ്ക്ക് 3 എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഏതെങ്കിലും 2 എണ്ണമായിരുന്നു അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ലിസ്റ്റ് എനി 4 ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ 4 ഫങ്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ പേര് മാത്രം എഴുതിയാൽ മതിയും. 2 മാർക്കാണ് അതിന് ലഭിക്കുന്നത്. എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. 2നും കൂടിയാണ് 8 മാർക്ക് എസ്സേക്ക് തന്നിരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ലിസ്റ്റ് എനി 4 ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ 4 ഫങ്ഷൻസിൻ്റെ പേര് മാത്രം എഴുതിയാൽ മതി. കാരണം അതിന് 2 മാർക്കേ ഉള്ളൂ. ഇഷ്യൂ ഓഫ് കറൻസി, ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കർ ടു ദി ഗവൺമെൻറ്, കൺട്രോളർ ഓഫ് മണി സപ്ലൈ. പിന്നെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് ദ ഫങ്ഷനിങ് ഓഫ് എനി 2 ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സെൻട്രൽ ബാങ്ക്. ഏതെങ്കിലും 2 ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ് സെൻട്രൽ ബാങ്കിൻ്റെ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 6 മാർക്കുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. ബാങ്ക് റേറ്റ് പോളിസി അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. വാരിയിങ് റിസർവ് റേഷ്യോ ഇതിലേതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാകും. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഗാർമെൻറ്റ് മേക്കിംഗ് യൂണിറ്റ് പ്രൊഡ്യൂസസ് 200 ഷർട്ട്സ് ആൻഡ് സെൽ ഇറ്റ് അറ്റ് എ പ്രൈസ് ഓഫ് 500 ഈച്ച്. റോ മെറ്റീരിയൽസ് വർത്ത് 20,000 ഈസ് യൂസ്ഡ് ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജസ് 5,000 ഡ്യൂറിങ് ദി പ്രൊഡക്ഷൻ പീരീഡ്. കാൽക്കുലേറ്റ് വാല്യൂ ആഡഡ് ആൻഡ് നെറ്റ് വാല്യൂ ആഡഡ് ഓഫ് ദി യൂണിറ്റ്. ഈ ക്വസ്റ്റ്യന് 3 മാർക്കും. രണ്ടാമത്തെ എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP ഓഫ് ആൻ എക്കണോമി. ഈ ക്വസ്റ്റ്യന് 5 മാർക്കുമാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ആഡഡും നെറ്റ് വാല്യൂ ആഡഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ വാല്യൂ ആഡഡ് ഗ്രോസ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ വാല്യൂ ആഡഡിന് നമുക്ക് ആദ്യം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് 500 പ്രൈസ് തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റി 200. അപ്പോൾ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 lakh ആൻസറായിട്ട് ലഭിക്കും. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 1 lakh കിട്ടി. നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് കൺസപ്ഷൻ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000. അപ്പോൾ വാല്യൂ ആഡഡ് ഈക്വൽ ടു 1 lakh മൈനസ് 20,000 80,000 വാല്യൂ ആഡഡിൻ്റെ ആൻസർ ലഭിക്കും. പിന്നെ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് വാല്യൂ ആഡഡ് ആണ്. നെറ്റ് വാല്യൂ ആഡഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഈ 80,000 മൈനസ് ഈ ക്വസ്റ്റ്യനിലുള്ള 5,000. ആ 5,000 ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ കൂടി മൈനസ് ചെയ്യുമ്പോൾ 75,000 ലഭിക്കും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP ഓഫ് ആൻ എക്കണോമി. എനി 2 മെത്തേഡ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 മെത്തേഡ് പഠിക്കാനുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അതിലേതെങ്കിലും 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. അതിന് 5 മാർക്കാണ് ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 8 മാർക്കാണ് ഈ എസ്സേക്ക് ലഭിക്കുന്നത്. ഒരു പ്രോബ്ലം ആണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ ഒരു കർവും വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ TFC ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ TFC എല്ലാത്തിലും എല്ലാ ഔട്ട്പുട്ടിലും ഫിക്സഡ് തന്നെയായിരിക്കും. അപ്പോൾ ഈ 100 തന്നെയാണ് താഴെ വരെ എഴുതേണ്ടത്. TFC ഇവിടെ എൻ്റർ ചെയ്തു. 100 എന്ന് തന്നെ എല്ലാത്തിലും നമ്മൾ എൻ്റർ ചെയ്തു. പിന്നെ ചോദിച്ചിരിക്കുന്നത് TVC കണ്ടുപിടിക്കാനാണ്. TVCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് TVC ഈക്വൽ ടു TC മൈനസ് TFC. TVC എന്ന് പറയുന്നത് TC ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ TVC എന്ന് പറയുന്നത് TC മൈനസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്
ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതിയാകും. ഇനി നിങ്ങൾക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ലഭിക്കും. ഇനി ടോട്ടൽ കോസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് ലഭിക്കും. അപ്പോൾ എല്ലാവരും നിർബന്ധമായി ഇക്വേഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ ലഭിക്കും. അപ്പോൾ ആദ്യത്തെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് TC മൈനസ് TFC, ഈ രണ്ട് കോളങ്ങൾ തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് TVC ലഭിക്കും. അപ്പോൾ അതായത് TCയിൽ നിന്ന് TFC മൈനസ് ചെയ്തപ്പോൾ 0, 120യിൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 20, 140യിൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 40, 150യിൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 50, 155ൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 55, 170യിൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 70, 200ൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോൾ 100. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് AVC ആണ്. AVCയുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. E എന്ന് പറയുന്നത് TVC/Q, AFC എന്ന് പറയുന്നത് TFC/Q. ഈ രണ്ട് ഇക്വേഷൻസ് നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് AVC ആണ്. അപ്പോൾ TVCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് AVC ലഭിക്കും. അപ്പോൾ AVC എന്ന് പറയുന്നത് TVCനെ ഔട്ട്പുട്ട് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയാകും. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. 20/1 20, 40/2 20, 50/3 16.66, 55/4 13.75, 70/5 14, 100/6 16.66. TFC എന്ന് പറയുന്നത് TFC/Q ആണ്. ഇപ്പോൾ TFC എന്ന് പറഞ്ഞാൽ 100/0 0, 100/1 100, 100/2 50, 100/3 33.33, 100/4 25, 100/5 20, 100/6 16.66. അപ്പോൾ ഇതാണ് AFC ലഭിക്കുന്നത്. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് AC ആണ്, അതായത് ആവറേജ് കോസ്റ്റ്. ഈ AC MC എന്നുള്ളത് ഉദ്ദേശിച്ചിരിക്കുന്നത് SAC SMC എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. SAC ഓർ AC വന്നു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ബൈ Q ചെയ്യാം, അല്ലെങ്കിൽ AC = AFC + AVC. ഇവിടെ നമുക്ക് AFC തന്നിട്ടുണ്ട്, AVC തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AC SAC ലഭിക്കും. ആവറേജ് കോസ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ AFC + AVC ആഡ് ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും ഇച്ചിരി കൂടി എളുപ്പം. അപ്പോൾ നമുക്കത് വെച്ച് എഴുതാം. AC എന്ന് പറയുന്നത് AVC 20, AFC 100, അപ്പോൾ 120, 20 + 50 70, 16.66 + 33.33 50, 13.75 + 25 38.75, 14 + 20 34, 16.66 + 16.66 33.3. ലാസ്റ്റ് MC ആണ് കണ്ടുപിടിക്കേണ്ടത്. MCയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ΔTC/ΔQ, അല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഇക്വേഷനാണ് ചേഞ്ചസ് ഓഫ് TC. TCയുടെ ചേഞ്ചസ് എന്താണോ അതാണ് MC ആയിട്ട് എഴുതിയാലും മതിയാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യത്തേലൊന്നും തന്നെ ഇല്ല, രണ്ടാമത്തേൽ 100 120 ആയത്, അപ്പോൾ 20, 120 140 ആയത് 20, അങ്ങനെ ഇതിൻ്റെ ചേഞ്ചസ് എഴുതിയാലും MCയുടെ ആൻസർ ലഭിക്കുന്നതായിരിക്കും. ആൻസർ ലഭിച്ചു. 100 - 120 20, 120 - 140 20, 140 - 150 10, 150 - 155 5, 155 - 170 15, 170 - 200 30. ഇനി ഇത് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഇക്വേഷൻ എല്ലാവരും നന്നായി പഠിക്കുക. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നേക്കണ ക്വസ്റ്റ്യൻ, ഡ്രോ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്സ് ഷേപ്പ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് വരച്ചിട്ട് അതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 0 to 6 വരെയും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 100 50 ഈ റേഞ്ചാണ് വരുന്നത് AFC. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ടും ഈ FCയും വെച്ചിട്ടാണ് കർവ് വരയ്ക്കേണ്ടത്. ഔട്ട്പുട്ട് X ആക്സിസ് ആയിട്ടും Y ആക്സിസ് AFCയും കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ 0 ഔട്ട്പുട്ട് വരുന്നത്. 0യിൽ AFC 0യിൽ തന്നെയാണ്.
പിന്നെ 1 വരുമ്പോൾ AFC 100 ആണ്. അപ്പോൾ 1 നിന്ന് 100ലേക്ക് ഒരു അടയാളം കൊടുത്ത് നെക്സ്റ്റ് 250 വരുന്നത്. അപ്പോൾ 250 ഒരു അടയാളം കൊടുക്കുക. അങ്ങനെ 33.33ലും 4 25ൽ 5 20ൽ 6 16.66ൽ ഇങ്ങനെ അടയാളപ്പെടുത്തി വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കർവ് ലഭിക്കും. ആ കർവാണ് AFC കർവ്. അതിനും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് AFC കർവ് ലഭിക്കും. ഇത് ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പോൾ അതും കൂടി അവിടെ എഴുതേണ്ടതാണ്. കാരണം ക്വസ്റ്റ്യനിൽ കമൻറ്റ് ഓൺ ഇറ്റ്സ് ഷേപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറും കൂടി അവിടെ എഴുതേണ്ടതാണ്. റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഇതാണ് ലാസ്റ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു കർവും ചോദിച്ചിരിക്കുന്നത്. നന്നായി പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇക്വേഷൻ നിർബന്ധമായി എല്ലാവരും പഠിച്ചിരിക്കും.